ഒരു റെക്കോർഡ് ചെയ്യപ്പെട്ട വാട്സപ്പ് ഹർത്താൽ കണ്ടവരാണ് നമ്മൾ. ബേക്കറി സാധനങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത കുറച്ച് ടീംസ് വാട്സാപ്പിലൂടെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ആ ഹർത്താലിനിടയിൽ പല ബേക്കറികളിലും കയറി ബേക്കറി സാധനങ്ങൾ കെട്ടിയെടുത്ത് കവറുകളിലെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യം കണ്ടവരാണ് നമ്മൾ. ഇത്രയ്ക്കും ഇലനക്കി നായുടെ ചിറിനക്കി നായ എന്നൊക്കെ പറഞ്ഞേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഏതാണ്ട് അത് അർത്ഥവത്താക്കുന്ന രൂപത്തിലായിരുന്നു ആ ഹർത്താൽ. ഇപ്പോ ഹർത്താൽ എന്ന് എഴുതി കാണിച്ചാൽ തന്നെ ആ ടീംസ് വീട്ടിനകത്ത് ഒതുങ്ങും, ഇറങ്ങത്തില്ല. കാരണം ഈ ഹർത്താലിനകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും വള്ളി പോയ ഒരു ടീം റെയിൽവേക്ക് കല്ലെറിയുകയോ ട്രെയിനിന്റെ ചില്ല് തകർക്കുകയോ അതല്ലെങ്കിൽ പൊതുജനജീവിതം സ്തംഭിപ്പിക്കുകയോ അങ്ങനെ സ്വകാര്യ മുതലാകട്ടെ സർക്കാർ മുതലുകളാകട്ടെ നശിപ്പിക്കുകയോ ചെയ്താൽ പാപ്പ ഉപ്പാപ്പമാരുണ്ടാക്കിയ സ്ഥാവര ജംഗമം കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. സർക്കാർ കൊണ്ടുപോകും. ശേഷിക്കുന്ന കാലം നമുക്ക് ജയിലുമായിരിക്കും ശിക്ഷ. ഇപ്പോ വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും വഖഫിന്റെ പേരിൽ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളിലും ഇതേ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ വിചിത്രമായ ഒരു വഖഫ് ഭേദഗതി പ്രക്ഷോഭത്തെ സംബന്ധിച്ചിട്ടാണ് എനിക്ക് ആദ്യം നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. ഇപ്പോ ബംഗാളില് മുർഷിദാബാദിൽ വലിയ രൂപത്തിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വഖഫ് ഭേദഗതി നിയമം റദ്ദ് ചെയ്യണം. ഈ നിയമം ഞങ്ങളുടെ കൊള്ളയടിയെ തടയുന്നതാണ്. മതത്തിന്റെ പേരിൽ ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽക്കീഴിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ബോർഡുകൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയാണ് ഈ ഭേദഗതി നിയമം. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞ് കലാപകാരികളായ കുറെ ഇസ്ലാമിസ്റ്റുകൾ, മത തീവ്രവാദികൾ ഇറങ്ങിത്തിരിച്ചു. ഇപ്പോഴിതാ ഹോട്ടലുകളിൽ നിന്നും പലഹാരങ്ങൾ അടക്കം മോഷ്ടിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗമായ പലഹാരക്കട തകർക്കുകയും അതിനകത്തുള്ള സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തതായി പറഞ്ഞ് കരയുന്ന ഹിന്ദു ദമ്പതികളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശുഭാസ്മൃതി എന്ന ഹോട്ടലാണ് ഇസ്ലാമിസ്റ്റുകൾ തകർത്ത് അതിനകത്തുള്ള പലഹാരങ്ങൾ മക്കൾക്ക് ഞം അടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കെട്ടുകണക്കിന് ചാക്കുകളിലാക്കി കൊണ്ടുപോയത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും പലഹാരങ്ങളും അടക്കം ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും അവർ എടുത്തുകൊണ്ട് പോയി എന്നും ഒന്നും ഇനി ബാക്കിയില്ലെന്നുമാണ് അവർ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. ശ്രീഹരി എന്ന ഹിന്ദു ഹോട്ടൽ ആൻഡ് ലോഡ്ജ് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനവും മുസ്ലിങ്ങൾ അടിച്ചു തകർത്തു. നാശനഷ്ടത്തിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ ANI പങ്കുവച്ചിട്ടുണ്ട്. ബൈക്ക് തകർത്തു, ഞങ്ങളുടെ വീട് തകർത്തു, കസേരകൾ, മെത്തകൾ, TV, വീട്ടിലെ വില കൂടിയ വീട്ടുപകരണങ്ങൾ വരെ കൊള്ളയടിച്ചു എന്നും പരിക്കേറ്റവരിൽ പല വീട്ടുകാരും പറയുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിഷേധം പല രൂപത്തിലാണ്, പല ഭാവത്തിലാണ്, പല ആംഗിളിലാണ് ഓരോരുത്തരും നോക്കിക്കാണുന്നത് എന്നും മറക്കരുത്. MP യൂസഫ് പത്താന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയായിട്ടുള്ള മുർഷിദാബാദില് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം രൂക്ഷമായ സാഹചര്യത്തിൽ അക്രമാസക്തമായി എന്ന് പല രൂപത്തിലും വാർത്തകൾ വരുമ്പോൾ MP-യുടെ അസാന്നിധ്യവും ചർച്ചയാകുകയാണ്. പശ്ചിമ ബംഗാളിലെ സ്വന്തം മണ്ഡലത്തിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ യൂസഫ് പത്താൻ എവിടെയാണ് എന്ന് ആരും അറിയുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് നേതാവും ബഹ്റാംപൂർ MP-യുമായിട്ടുള്ള യൂസഫ് പത്താനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ കടുത്ത രൂപത്തിലുള്ള വിമർശനമാണ് ഉയരുന്നത്. കലാപം തുടങ്ങിയ ദിവസം ചായ കുടിച്ച് സമാധാനത്തോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രമാണ് MP പോസ്റ്റ് ചെയ്തത്. അതിനും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവുമാണ് ഉയരുന്നത്. മുർഷിദാബാദ് ജില്ലയിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ബഹ്റാംപൂർ. മറ്റ് 2 സീറ്റുകളായ ജംഗിപൂർ, മുർഷിദാബാദ് എന്നിവിടെയും അതുപോലെ TMCയുടെ കൈവശം തന്നെയാണ് ആ ജില്ലകളും ഉള്ളത്. ഏപ്രിൽ 12-ാം തീയതി ജംഗിപൂർ പാർലമെന്ററി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സംസർഗഞ്ച്, ധൂലിയാന, അതുപോലെ സൂതി എന്നിവിടം ഉൾപ്പെടെ
മുർഷിദാബാദിലെ വിവിധ പ്രദേശങ്ങളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അക്രമാസക്തമായതിന്റെ പിറ്റേ ദിവസമാണ് സമാധാനത്തോടുകൂടി ചായ ടേസ്റ്റ് ആയിട്ട് കുടിക്കുന്ന ചിത്രങ്ങൾ പത്താൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. മനോഹരമായ വൈകുന്നേരത്ത് നല്ല ചായ, ശാന്തമായ ചുറ്റുപാടുകൾ, ഈ നിമിഷത്തിൽ മുഴുകി ഞാൻ എന്നായിരുന്നു അടിക്കുറിപ്പും പോരേ പൂരം. അതിനെ തുടർന്ന് പത്താനെതിരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടുള്ള BJP രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു. മാർച്ച് 31-ാം തീയതി ഈദിന് മുമ്പാണ് പത്താനെ അവസാനമായി ബഹ്റാംപൂരിൽ കണ്ടത് എന്ന് നാട്ടുകാർ പറയുന്നു. റമലാൻ മാസത്തിൽ മുർഷിദാബാദിൽ TMC സംഘടിപ്പിച്ച ചില ഇഫ്താർ പാർട്ടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അക്രമസമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ശാന്തത പാലിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്ദേശവും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് സഹായകമായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പത്താന്റെ അഭാവം TMC നേതാക്കളിലും പ്രവർത്തകരിലും അതൃപ്തിക്ക് കാരണവുമായിട്ടുണ്ട്. കലാപബാധിത പ്രദേശങ്ങളിൽ ഭരണകക്ഷി നിരവധി സമാധാന യോഗങ്ങൾ നടത്തി. ഇതിൽ പ്രാദേശിക പാർട്ടി MLA-മാർക്ക് പുറമെ മറ്റ് 2 ജില്ലാ MP-മാരായിട്ടുള്ള അബൂ താഹിർ ഖാൻ, ഖലീലുർ റഹ്മാൻ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട്. യൂസഫ് പത്താൻ പുറം നാട്ടുകാരനാണ്, രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ്. അദ്ദേഹത്തിന്റെ സമീപനം ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് അബൂ താഹിറിന്റെ വിലാപം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TMC ടിക്കറ്റിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പത്താൻ കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയും 5 തവണ ബഹ്റാംപൂർ MP-യുമായ അധീർ ചൗധരിയെ 85,022 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി വിജയിച്ച MP കൂടിയാണ്. വഖഫ് നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കാൻ, അതല്ലെങ്കിൽ വന്ന നിയമം റദ്ദ് ചെയ്യാൻ എന്തൊക്കെ തങ്ങളെ കൊണ്ട് സാധിക്കുമോ അതൊക്കെ ചെയ്യുന്നതിനു വേണ്ടി കലാപകാരികളായ ഒരു കൂട്ടം ആളുകൾ അരങ്ങ് തകർത്ത് രംഗത്തിറങ്ങുമ്പോഴും ഒരു കൂസലുമില്ലാതെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെ. കാരണം അവർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനു വേണ്ടി രാജ്യം ഭരിക്കുന്നവരല്ല. ഈ രാജ്യത്തുള്ള മത, രാഷ്ട്രീയ, ജാതി, സംഘടനാ ഭേദമന്യേ എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്. 100% അതിനോട് നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ബോർഡുകൾ രൂപീകരിച്ച് മറ്റൊരു മതവിഭാഗത്തെ ചൂഷണം ചെയ്യുകയും കൊള്ളയടിക്കുകയും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്നും ഇനിയെങ്കിലും അവസാനം കണ്ടേ തീരൂ എന്ന് കേന്ദ്ര സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നിൽ രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ലക്ഷ്യം. ഇപ്പോഴിതാ വഖഫിന്റെ പേരിൽ ഇന്ത്യയിൽ ഉടനീളം പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കലാപകാരികൾ അഴിച്ചുവിടുന്ന പ്രതിസന്ധികൾക്കും നടുവിൽ നിന്നുകൊണ്ട് സത്യസന്ധമായ രൂപത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിനു വേണ്ടി നിലകൊള്ളാൻ കേരളത്തിൽ നിന്നും ഒരു സംഘം പോരാളികൾ ഇറങ്ങിത്തിരിക്കുന്ന വാർത്തയും കുളിരു പകരുന്ന വാർത്ത തന്നെയാണ്. വഖഫ് നിയമ ഭേദഗതിയെ പിന്തുണച്ച് തീവ്ര ക്രിസ്ത്യൻ സംഘടനയായിട്ടുള്ള കാസ സുപ്രീം കോടതിയിൽ വരുന്നു എന്ന രൂപത്തിൽ വാർത്തയെ മാറ്റിയും മറിച്ചും കൊടുക്കാനും ചില മാധ്യമങ്ങൾ മടിക്കുന്നില്ല. കേരളത്തിൽ നിന്നും ഈ നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ പിന്തുണയ്ക്കുന്ന ആദ്യ സംഘടനയാണ് കാസ. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് കാസയും കക്ഷി ചേരുന്നത്. മുനമ്പത്ത് 610 കുടുംബങ്ങളുടെ പ്രശ്നം വഖഫ് നിയമം മൂലമല്ല സംഭവിച്ചത് എന്ന് വരുത്തി തീർത്ത് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ തടയുവാനും ഭേദഗതി റദ്ദാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുമാണ് കാസ സുപ്രീം കോടതിയെ സമീപിച്ചത്. കാസയ്ക്കു വേണ്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് ടോം ജോസഫ് എന്നിവരാണ് ഹാജരാകുന്നത്. മുസ്ലിം ലീഗിന് പുറമെ കോൺഗ്രസ്, CPIM, CPI, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCP, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, നടൻ വിജയുടെ TVK, RJD, JDU, അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM, AAP തുടങ്ങിയ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും നിയമ ഭേദഗതിയെ എതിർത്തുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് MP-യായ അസദുദ്ദീൻ ഒവൈസി, ആം ആദ്മി പാർട്ടി MLA ആയിട്ടുള്ള അമാനത്തുള്ള ഖാൻ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മഹുവ മൊയ്ത്ര,
RJD MP മാരായിട്ടുള്ള മനോജ് കുമാർ ഝാ, ഫയാസ് അഹമ്മദ്, കോൺഗ്രസ് MP മുഹമ്മദ് ജാവേദ് തുടങ്ങിയ നിരവധി വ്യക്തികളും ബില്ലിനെ ചോദ്യം ചെയ്യുന്ന ഹർജിക്കാരിൽ ഉൾപ്പെടുന്നുണ്ട്. മതസംഘടനകളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്, ജമിയത്തുൽ ഉലമായി ഹിന്ദ് പ്രസിഡന്റ് മൗലാന അർഷാദ് മദനി എന്നിവരും ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി നൽകിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ്, മത ആധിപത്യമല്ല. രാജ്യത്തൊരു പൊതു നിയമം കൊണ്ടുവരുമ്പോൾ മതമേലധ്യക്ഷന്മാരുമായി കൂടിയാലോചിച്ച് അവർക്ക് കൂടി ഉറപ്പുവരുത്തുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിയമം വേണമെന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഒരു നിയമവും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തി ശീലമുള്ള ഈ രാജ്യം വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ നീന്തുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നന്ദി.